ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും തിയറി ക്ലാസ്സിൻ്റെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് സ്വാഗതം. സോളിഡ് സ്റ്റേറ്റ് റിലേ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇതിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് റിലേ, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓവർ മെക്കാനിക്കൽ റിലേ. മെക്കാനിക്കൽ റിലേയുമായിട്ട് നോക്കുമ്പോൾ സോളിഡ് സ്റ്റേറ്റ് റിലേക്കുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്? A solid state relay SSR is an electronic switching device that switches conduction state when a small external voltage is applied along its N-type and P-type junction. നമുക്കറിയാം മാഗ്നറ്റിക് റിലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ റിലേനെ പോലെ തന്നെ SSRും അതായത് സോളിഡ് സ്റ്റേറ്റ് റിലേയും ഒരു ഇലക്ട്രോണിക് സ്വിച്ചിങ് ഡിവൈസ് തന്നെയാണ്. അത് അതിൻ്റെ കണ്ടക്ഷൻ സ്റ്റേറ്റിലേക്ക് സ്വിച്ചിങ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മളൊരു സ്മോൾ എക്സ്റ്റേണൽ വോൾട്ടേജ് അതിൻ്റെ N-type ആൻഡ് P-type ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതൊരു സ്വിച്ചിങ് ഫങ്ഷൻ ചെയ്യുന്നത്. SSRs consist of a sensor which respond to an appropriate input, a solid state electronic switching device which switches power to the load circuitry, and a coupling mechanism to enable the control signal to activate this switch. ഒരു SSRന് മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സെൻസറാണ്. ഈ സെൻസർ ഇൻപുട്ട് സിഗ്നലിനെ അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നലിനുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന, കൺട്രോൾ സിഗ്നൽ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നലിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സെൻസറുണ്ട്. അതുപോലെ തന്നെ ഒരു സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് സ്വിച്ചിങ് ഡിവൈസസ് ഉണ്ട്. ആ ഡിവൈസിൽ എന്താണ്? ആ ഡിവൈസ് ചെയ്യുന്നത് പവറിനെ ലോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു കപ്ലിംഗ് മെക്കാനിസം ഉണ്ട്. ഈ കപ്ലിംഗ് മെക്കാനിസം കൺട്രോൾ സിഗ്നലിനെ മെക്കാനിക്കൽ പാർട്സ് ഇല്ലാതെ സ്വിച്ചുമായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദ റിലേ മേ ബി യൂസ്ഡ് ടു സ്വിച്ച് എയ്തർ AC ഓർ DC ടു ദ ലോഡ്. ഈ റിലേ AC-യെയും DC-യെയും ലോഡിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് സെർവ്സ് ദ സെയിം ഫങ്ഷൻ ആസ് ദ ഇലക്ട്രോണിക് മെക്കാനിക് റിലേ. ഒരു ഇലക്ട്രോണിക് മെക്കാനിക്കൽ റിലേയുടെ സെയിം ഫങ്ഷൻ തന്നെയാണ് SSRും ചെയ്യുന്നത്. ബട്ട് ഹാസ് നോ മൂവിങ് പാർട്ട്. പക്ഷേ മാഗ്നറ്റിക് റിലേ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ റിലേയിലുള്ള പോലെ ഇതിലെന്തില്ല? മൂവിങ് കോയിൽ ഇല്ല അല്ലെങ്കിൽ മൂവിങ് പാർട്ട് ഇല്ല. സോളിഡ് സ്റ്റേറ്റ് അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന പാർട്സുകൾ മാത്രമാണ് സോളിഡ് സ്റ്റേറ്റ് റിലേയിൽ ഉള്ളത്. സോളിഡ് സ്റ്റേറ്റ് റിലേസ് ആർ കമ്പോസ്ഡ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഇതിൽ സെമി കണ്ടക്ടർ മെറ്റീരിയലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ് തൈറിസ്റ്റർ ആൻഡ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററും ഒക്കെയാണ്. ഇത് രണ്ടും എന്താണ്? സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ആൻഡ് ഹാവ് കറണ്ട് റേറ്റിംഗ് ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം എ ഫ്യൂ മൈക്രോആംപ് ഫോർ ലോ പവർ പാക്കേജ് അപ് ടു അറൗണ്ട് 100 ആംപിയർ ഫോർ ഹൈ പവർ പാക്കേജ്. അതുപോലെ തന്നെ ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് കുറഞ്ഞ മൈക്രോആംപിയർ മുതൽ ഹൈ മൈക്രോആംപിയർ വരെ അല്ലെങ്കിൽ 100 ആംപിയർ വരെ ഉള്ളതുണ്ട്. മൈക്രോആംപിയർ റേഞ്ചിലുള്ളത് ലോ പവർ പാക്കേജസിനും അതുപോലെ തന്നെ 100 amps റേഞ്ചിലുള്ളത് ഹൈ പവർ പാക്കേജസിലുമാണ് ഉപയോഗിക്കുന്നത്. ദേ ഹാവ് എക്സ്ട്രീംലി ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡ്, യൂഷ്വലി റേഞ്ചിങ് ബിറ്റ്വീൻ 1 to 100 നാനോസെക്കൻഡ് ആൻഡ് ആർ നോട്ട് ഈസിലി എഫക്റ്റഡ് ബൈ കോണ്ടാക്ട് വെയർ. ഇതിൻ്റെ സ്വിച്ചിങ് സ്പീഡ് എന്ന് പറയുന്നത് 1 മുതൽ 100 നാനോസെക്കൻഡിൻ്റെ ഇടയിലാണ്. അത്രയും ഫാസ്റ്റായിട്ടുള്ള സ്വിച്ചിങ് സ്പീഡ് ഇതിനുണ്ട്. അതുപോലെ തന്നെ കോണ്ടാക്റ്റ് വെയറിനെ ഇത് ഈസി ആയിട്ട് നമ്മൾ കോണ്ടാക്റ്റ് വെയർ അതായത് റിലേയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന വെയറിനെ ഇത് ഈസി ആയിട്ട് എഫക്റ്റ് ചെയ്യില്ല. സോളിഡ് സ്റ്റേറ്റ് റിലേ ഹാവ് സെവറൽ ഷോർട്ട് കമ്മിങ്സ്. ഇതിന് കുറച്ച് ഷോർട്ട് കമ്മിങ്സ് വരുന്നത്, ഒന്ന്, ഇറ്റ് ഗെറ്റ്സ് ഈസിലി ഡാമേജ്ഡ് ഇൻ കമ്പാരിസൺ ടു മെക്കാനിക്കൽ റിലേ. ഇലക്ട്രോണിക് മെക്കാനിക് റിലേയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ഡാമേജായി പോവും. രണ്ടാമത്തെ ഒരു ഷോർട്ട് കമ്മിങ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്വിച്ചിങ് അറേഞ്ച്മെൻറ്റ്. എ നീഡ് ഫോർ ഫിംഗർ ട്യൂണിങ് ഡ്യൂ ടു ഹൈ ഓൺ. ഇതിൻ്റെ സ്വിച്ചിങ് അറേഞ്ച്മെൻറ്റ്സ് ലിമിറ്റഡ് ആണ്. SPST സ്വിച്ച് വെച്ചിട്ട് അതുപോലെ തന്നെ ഫൈൻ ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് ഹൈ ഓൺ റെസിസ്റ്റൻസിൽ ഒരു ഫൈൻ ട്യൂണിങ് സ്വിച്ചിങ് ഒക്കെ ഇതിനാവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം അതാണ് അതിൻ്റെ 2 ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ദെൻ കപ്ലിങ്ങിനാണ്. കപ്ലിങ് ചെയ്ത കൺട്രോൾ സിഗ്നൽ മസ്റ്റ് ബി കപ്പിൾഡ് ടു ദ കൺട്രോൾഡ് സർക്യൂട്ട് ഇൻ എ വേ വിച്ച് പ്രൊവൈഡ് ഗാൽവനിക് ഐസൊലേഷൻ ബിറ്റ്വീൻ ദ 2 സർക്യൂട്ട്. 2 സർക്യൂട്ടുകൾക്കിടയിലുള്ള ഗാൽവനിക് ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ സർക്യൂട്ട് കൺട്രോൾ സിഗ്നലുമായിട്ട് കപ്പിൾ ചെയ്യുന്നു. മെനി SSR യൂസ് ഒപ്റ്റിക്കൽ കപ്ലിംഗ്. മിക്ക SSRകളും ഒപ്റ്റിക്കൽ കപ്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്യൂട്ടിൽ ഒരു കൺട്രോൾ
കൺട്രോൾ ഇതിൽ കൊടുക്കുന്ന കൺട്രോൾ സിഗ്നൽ അല്ലെങ്കിൽ കൺട്രോൾ വോൾട്ടേജ് സർക്യൂട്ടിലുള്ള ഇൻറ്റേർണൽ LED-നെ എനർജൈസ് ചെയ്യിക്കുന്നു. ആ ഒരു എനർജൈസിങ് മൂലം അല്ലെങ്കിൽ ആ വോൾട്ടേജ് മൂലം LED എന്ത് ചെയ്യുന്നു, ഇല്ലുമിനേറ്റ് ചെയ്യുന്നു. ആ ഇല്ലുമിനേഷൻ മൂലം ഫോട്ടോ സെൻസിറ്റീവ് ഡയോഡ് എന്ത് ചെയ്യും, ഓൺ ആവും. അതുമൂലം തൈറിസ്റ്റർ ബാക്ക് ടു ബാക്കിലേക്ക് ഡയോഡ് കറണ്ട്, അതായത് ഈ ഫോട്ടോ ഡയോഡ് കറണ്ട് തൈറിസ്റ്ററിനെ ബാക്ക് ടു ബാക്ക് ഓൺ ആക്കും. അതുപോലെ തന്നെ SCR, MOSFET തുടങ്ങിയ എല്ലാ പവർ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളും കപ്പിൾ ചെയ്തിരിക്കുന്നത് തന്നെ എല്ലാം ലോഡിലേക്ക് സ്വിച്ച് ഓൺ ആയിരിക്കും. ദ ഒപ്റ്റിക്കൽ കപ്ലിംഗ് അലൗ ദ കൺട്രോൾ സർക്യൂട്ട് ടു ബി ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ഫ്രം ദ ലോഡ്. ഈ ഒപ്റ്റിക്കൽ കപ്ലിംഗ് കൺട്രോൾ സർക്യൂട്ടിനെ ലോഡിൽ നിന്നും ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആക്കാൻ സഹായിക്കുന്നു. അതായത് ലോഡും കൺട്രോൾ സർക്യൂട്ടും തമ്മിൽ ഇലക്ട്രിക്കലി ബന്ധം ഉണ്ടാവില്ല, അത് വേറെ വേറെ ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന് ഒപ്റ്റിക്കൽ കപ്ലിംഗ് ആണ് അലോ ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് ഓവർ മെക്കാനിക്കൽ റിലേ. മെക്കാനിക്കൽ റിലേയിൽ നിന്നും SSRനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദ റിലേറ്റീവ് അഡ്വാൻറ്റേജസ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ആർ കോമൺ ടു ഓൾ സോളിഡ് സ്റ്റേറ്റ് ആസ് അഗെയിൻസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ലിമ്മർ പ്രൊഫൈൽ അലോയിങ് ടൈറ്റർ പാക്കിംഗ്. അതിൻ്റെ പ്രൊഫൈൽ എന്താണ്, സ്ലിമ്മറാണ്. അതുപോലെ തന്നെ ടൈറ്റർ പാക്കിംഗ് ആണ്. മറ്റ് റിലേയുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ എന്താണ്, അതിൻ്റെ സ്ലിമ്മറായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പാക്കിങ് ടൈറ്റാണ്. ടോട്ടലി സൈലൻറ്റ് ഓപ്പറേഷനാണ്, അതായത് സൗണ്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പം ഓപ്പറേഷൻ ഫുൾ എന്താണ്, സൈലൻ്റ് ആണ്. ടോട്ടലി സൈലൻറ്റ് ഓപ്പറേഷൻ. ദെൻ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് SSR ആർ ഫാസ്റ്റർ ദാൻ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ. ഇലക്ട്രോ മെക്കാനിക്കൽ റിലേയിനേക്കാളും കൂടുതൽ ഫാസ്റ്റ് സ്വിച്ചിങ് ഓപ്പറേഷനാണ്. ദെയർ സ്വിച്ചിങ് ടൈം ഈസ് ഡിപ്പെൻഡ് ഓൺ ടൈം നീഡഡ് ടു പവർ LED ഓൺ ആൻഡ് ഓഫ്. ഒരു LED ഓണും ഓഫും ആവുന്ന ആ ഒരു ടൈമുമായിട്ടാണ് ഇതിൻ്റെ സ്വിച്ചിങ് ടൈം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓഫ് ദി ഓർഡർ ഓഫ് മൈക്രോ സെക്കൻഡ് ആൻഡ് മില്ലി സെക്കൻഡ്. അതായത് മൈക്രോ സെക്കൻഡ് മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ടൈമാണ്. അപ്പം ആ ഒരു ടൈം ഡിഫറൻസിലാണ്, അത്രയും ടൈം മാത്രം എടുത്തിട്ടാണ് സ്വിച്ചിങ് ടൈം അല്ലെങ്കിൽ ഫാസ്റ്റ് സ്വിച്ചിങ് ടൈം മാത്രമാണ് ഓൺ ആവാനും ഓഫ് ആവാനും എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഇൻക്രീസ്ഡ് ലൈഫ് ടൈം ഈവൺ ഇഫ് ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് മെനി ടൈംസ് ആസ് ദർ ആർ നോ മൂവിങ് പാർട്സ് ടു വെയർ ആൻഡ് നോ കോണ്ടാക്ട് ടു പിറ്റ് ഓർ ബിൽഡപ്പ് കാർബൺ. അതിൻ്റെ ലൈഫ് ടൈം നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളത് കുറേ സമയം ആക്ടിവേറ്റഡ് ആയി വെച്ചാലും അതിൽ മൂവിങ് പാർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് അത് തൊടാനും അതുപോലെ തന്നെ അതിനെ സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യാനും എല്ലാം എന്താണ്, വളരെ ഈസിയാണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് റിമെയിൻ കോൺസ്റ്റൻറ്റ് റിഗാർഡ്ലെസ് ഓഫ് എമൗണ്ട് ഓഫ് യൂസ്. അതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും നമ്മളത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ക്ലീൻ ബൗണ്ട്ലെസ് ഓപ്പറേഷൻ, ക്ലീൻ ആയിട്ടും ബൗണ്ട്ലെസ് ആയിട്ടുമുള്ള ഓപ്പറേഷനാണ്. നോ സ്പാർക്കിംഗ് അലൗ ഇറ്റ് ടു ബി യൂസ്ഡ് ഇൻ എക്സ്പ്ലോസീവ് എൻവയോൺമെൻറ്റ് വേർ ഇറ്റ് ഈസ് ക്രിറ്റിക്കൽ ദാറ്റ് നോ സ്പാർക്ക് ഈസ് ജനറേറ്റഡ് ഡ്യൂറിങ് സ്വിച്ചിങ്. ഇതിന് സ്പാർക്കിംഗ് ഇല്ല, ഈ സ്വിച്ചിൽ സ്പാർക്കിംഗ് വരാറില്ല. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോസീവ് എൻവയോൺമെൻറ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്വിച്ച് ഉപയോഗിക്കാം അല്ലെങ്കിൽ SSR ഉപയോഗിക്കാം. Inherently smaller than a mechanical relay of similar specification. മെക്കാനിക്കൽ റിലേയുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൈസ് എന്താണ്, സ്മോളാണ്. അതുപോലെ തന്നെ സ്പെസിഫിക്കേഷനും അതിനനുസരിച്ചിട്ട് എന്തായിരിക്കും, ഇൻഹെറൻ്റ്ലി സ്മോളറാണ്. സ്മോളർ ആയതുകൊണ്ട് തന്നെ സ്പെസിഫിക്കേഷൻ അതിനനുസരിച്ച് വ്യത്യാസമുണ്ടായിരിക്കും, കേസിങ്ങിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും. മച്ച് ലെസ് സെൻസിറ്റീവ് ടു സ്റ്റോറേജ് ആൻഡ് operating environment factors such as mechanical shock, vibration, humidity and external magnetic field. ഇത് സെൻസിറ്റീവ്, അത് ഇൻപുട്ട് സിഗ്നലിനാണ് അത് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജ് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മെക്കാനിക്കൽ ഷോക്ക്, വൈബ്രേഷൻ, ഹ്യൂമിഡിറ്റി അതുപോലെ തന്നെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇതിനെയൊന്നും ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒന്നും SSRനെ സെൻസിറ്റീവ് ആക്കുന്നില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസ്അഡ്വാൻറ്റേജസ് വോൾട്ടേജ് ഓർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെമി കണ്ടക്ടർ റേദർ ദാൻ മെക്കാനിക്കൽ കോണ്ടാക്ട്. അതായത് VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെമി കണ്ടക്ടർ റേദർ ദാൻ മെക്കാനിക്കൽ കോണ്ടാക്ട്. മെക്കാനിക്കൽ കോണ്ടാക്റ്റിനെ അപേക്ഷിച്ചിട്ട് എന്താണ്, VI ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലാണ്.
വെൻ ക്ലോസ്ഡ് ഹയർ റെസിസ്റ്റൻസ് ജനറേറ്റിംഗ് ഹീറ്റ് ആൻഡ് ഇൻക്രീസ്ഡ് ഇലക്ട്രിക്കൽ നോയ്സ്. ഇത് സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും, അതുമൂലം എന്തുണ്ടാവും, ഹീറ്റ് ഒരുപാട് ജനറേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ നോയ്സും ഇൻക്രീസ് ചെയ്യും. വെൻ ഓപ്പൺ, ഇനി സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക, ലോവർ റെസിസ്റ്റൻസ് ആണ് ആൻഡ് റിവേഴ്സ് ലീക്കേജ് കറണ്ട്. അപ്പം റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഉണ്ടായിരിക്കും. ടിപ്പിക്കലി മൈക്രോ ആംപിയർ റേഞ്ചിലുള്ള ഒരു ചെറിയ ലീക്കേജ് കറണ്ട് ഉണ്ടായിരിക്കും. വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോട്ട് ലീനിയർ. ഇതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കില്ല, ഒരു ലീനിയർ ആയിരിക്കില്ല. ഡിസ്റ്റോർട്ടിങ് സ്വിച്ച്ഡ് വേവ് ഫോം ടു സം എക്സ്റ്റെൻഡ്. അത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് വേവ് ഫോമിനെ അതെന്ത് ചെയ്യും, കുറഞ്ഞ സമയത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യിക്കും. അപ്പം VI ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കില്ല, ഒരിക്കലും ഒരു ലീനിയർ VI ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ഹാസ് ദ low ohmic resistance of the associated mechanical switch when activated and the exceedingly high resistance on the air gap and insulating material when open. ഒരു ഇലക്ട്രോണിക് മെക്കാനിക്കൽ റിലേ വളരെ കുറഞ്ഞ ഓമിക് റെസിസ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത് അത് ആക്ടിവേറ്റ് ആയിരിക്കുന്ന സമയത്ത്. എന്നാൽ അത് അതിൻ്റെ എയർ ഗ്യാപ്പിൽ അതുപോലെ തന്നെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലൊക്കെ ഓപ്പൺ ആയി കഴിയുമ്പം അതിന് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ SSRൽ പറഞ്ഞു, അത് ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ഹൈ റെസിസ്റ്റൻസും ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ലോ റെസിസ്റ്റൻസുമാണ് ഉണ്ടാകുന്നത്. അപ്പം അതൊരു ചെറിയൊരു ഡ്രോബാക്കാണ്. സം ടൈപ്സ് ഹാവ് പൊളാരിറ്റി സെൻസിറ്റീവ് ഔട്ട്പുട്ട് സർക്യൂട്ട്. ചില SSRകൾക്ക് ഔട്ട്പുട്ട് സർക്യൂട്ടിൻ്റെ പൊളാരിറ്റി ഇതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ആർ നോട്ട് എഫക്റ്റഡ് ബൈ പൊളാരിറ്റി. എന്നാൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ റിലേ പൊളാരിറ്റിനെ എഫക്റ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ പൊളാരിറ്റി ഇലക്ട്രോ മെക്കാനിക്കൽ റിലേനെ എഫക്റ്റ് ചെയ്യാറില്ല. പോസിബിലിറ്റി ഓഫ് സ്പ്യൂരിയസ് സ്വിച്ചിങ് ഡ്യൂ ടു വോൾട്ടേജ് ട്രാൻസിയൻറ്റ്. വോൾട്ടേജിൻ്റെ വ്യത്യാസം മൂലമുണ്ടാകുന്ന ഒരു സ്വിച്ചിങ്, വോൾട്ടേജ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒരു സ്വിച്ചിങ്ങിന് ഒരു ചെറിയ ബുദ്ധിമുട്ടിൻ്റെ ഒരു സാധ്യത ഇതിൽ വരുന്നുണ്ട്. ഐസൊലേറ്റഡ് ബയാസ് സപ്ലൈ റിക്വയർഡ് ഫോർ ഗേറ്റ് ചാർജ് സർക്യൂട്ട്. ഗേറ്റ് ചാർജ് സർക്യൂട്ടിലേക്ക് ഒരു ഐസൊലേറ്റഡ് ബയാസ് സപ്ലൈ ചില സമയത്ത് ആവശ്യമായിട്ട് വരാറുണ്ട്. ടെൻഡൻസി ടു ഫെയിൽ ഷോർട്ടഡ് ഓൺ ദെയർ ഔട്ട്പുട്ട് വൈൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ റിലേ കോൺടാക്റ്റഡ് ആൻഡ് ടു ഫെയിൽ ഓപ്പൺ. ഔട്ട്പുട്ടുമായിട്ട് ഷോർട്ടായി കഴിഞ്ഞാൽ അതിന് റിലേ ഫെയിൽ ആവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. എന്നാൽ ഇലക്ട്രോണിക് മെക്കാനിക് റിലേയിൽ ഈ ഒരു ടെൻഡൻസി ഇല്ല. ഇത്രയുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പം ഈ കാണുന്നതാണ് ഒരു SSRൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. വളരെ തിന്നായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. അതുപോലെ തന്നെ വേറെ ഒരു രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ, വേറെ ഒരു പാക്കേജിൽ വരുന്ന ഒരു SSR ആണ് ഇവിടെ കാണുന്നത്. അതിൽ 6 PK 12 PK ഒക്കെയാണ് അതിൻ്റെ കസ്റ്റം സൈസ്. 6 മുതൽ 12 സോൺ വരെ ഇത് അവൈലബിൾ ആണ്. ഇനി ഹീറ്റ് സിങ്ക് മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ബെസ്റ്റ് മെറ്റീരിയൽ ഫോർ എ ഹീറ്റ് സിങ്ക് ആർ ഗോൾഡ്, സിൽവർ, കോപ്പർ ഓർ അലുമിനിയം. അപ്പോൾ നമ്മൾ ഓരോ കമ്പോണൻറ്റുകൾ ഹീറ്റ് ആവാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സർക്യൂട്ടിൽ ഹീറ്റ് സിങ്ക് മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഹീറ്റ് സിങ്ക് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഹീറ്റ് സിങ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് മെറ്റീരിയൽസ്? അപ്പം ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം ഇതൊക്കെയാണ് സാധാരണ ഹീറ്റ് സിങ്ക് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ളത്. ഫോർ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അലുമിനിയം ഈസ് ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് മെറ്റീരിയൽ. അപ്പം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് അലുമിനിയമാണ്. ടിപ്പിക്കലി എ ബ്ലാക്ക് ആനോഡൈസ്ഡ് ഫിനിഷ് വിച്ച് പ്രൊവൈഡ് അഡീഷണൽ റേഡിയൻ്റ് ഹീറ്റിംഗ് ഡിസിപ്പേഷൻ ഈസ് യൂസ്ഡ്. അപ്പം ഈ അലുമിനിയത്തിൽ തന്നെ ടിപ്പിക്കലായിട്ടൊരു ബ്ലാക്ക് ആനോഡൈസിങ് ഫിനിഷിങ് കൊടുത്തിട്ടാണ് അഡീഷണൽ റേഡിയൻ്റ് ഹീറ്റിംഗ് ഡിസിപ്പേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ കമ്പാരിസൺ ടു അലുമിനിയം, ട്വൈസ് ദി എമൗണ്ട് ഓഫ് സ്റ്റീൽ ആൻഡ് 4 times ദി എമൗണ്ട് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വുഡ് ബി നീഡഡ് ടു അച്ചീവ് ദ സെയിം എഫക്റ്റ്. അപ്പോൾ അലുമിനിയമായിട്ട് കമ്പയർ ചെയ്യുമ്പം സ്റ്റീലിന് ഇരട്ടിയും 2 ഇരട്ടിയും അതുപോലെ തന്നെ 4 times 4 ഇരട്ടി സ്റ്റെയിൻലെസ് സ്റ്റീലും സെയിം എഫക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോളിഡ് സ്റ്റേറ്റ് റിലേ ഷുഡ് നെവർ ബി മൗണ്ടഡ് ഇൻ ആൻ എൻക്ലോസ്ഡ് ഏരിയ വിത്തൗട്ട് പ്രോപ്പർ എയർ ഫ്ലോ. SSR ഒരിക്കലും
ഒരു എൻക്ലോസ്ഡ് കേസിനകത്ത് എന്ത് ചെയ്യില്ല, മൗണ്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഒരു സോളിഡ് സ്റ്റേറ്റ് റിലേക്ക് ഒരു കറക്റ്റ് പ്രോപ്പർ എയർ ഫ്ലോ ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു എയർ ഫ്ലോ ഇല്ലാത്തൊരു എൻക്ലോഷറിൻ്റെ അകത്ത് മൗണ്ട് ചെയ്യാറില്ല സാധാരണയായിട്ട്. യൂണിറ്റ്സ് ഷുഡ് ഓൾസോ നെവർ ബി മൗണ്ടഡ് ടു എ പ്ലാസ്റ്റിക് ബേസ് ഓർ ടു പെയിൻറ്റഡ് സർഫസ്. അപ്പം പെയിൻറ്റഡ് സർഫസിലോ അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബേസിലോ ആണ് സാധാരണ അത് മൗണ്ട് ചെയ്യുന്നത്. ദ ഹീറ്റ് സിങ്ക് ഷുഡ് ബി പൊസിഷൻഡ് with the fins in a vertical position of an unimpeded airflow up and through the finned heat sink. ഹീറ്റ് സിങ്ക് എപ്പോഴും SSR ഒരു വെർട്ടിക്കൽ പൊസിഷനിലാണ് വെക്കുന്നത്. ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ സോൾഡ് സ്റ്റേറ്റ്. അപ്പം ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു ഇത് പെട്ടെന്ന് ഹീറ്റാവും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനോട് വെർട്ടിക്കലായിട്ടൊരു ഹീറ്റ് സിങ്ക് കൊടുക്കുന്നത്. ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ സോൾഡ് സ്റ്റേറ്റ് റിലേ ആൻഡ് ദ ഹീറ്റ് സിങ്ക് മസ്റ്റ് ബി ഫ്ലാറ്റ് ക്ലീൻ ബെയർ സർഫസ് ദാറ്റ് ഈസ് ഫ്രീ ഫോർ ഓക്സിഡേഷൻ. അപ്പം ഇതിൻ്റെ ഈ ഒരു രണ്ടിൻ്റെയും ഇൻ്റർഫേസ് SSRഉം അതുപോലെ തന്നെ ഹീറ്റ് സിങ്കുമായിട്ടുള്ള അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർഫേസ് എപ്പോഴും എന്തായിരിക്കണം, ഫ്ലാറ്റും ക്ലീനും ആയിരിക്കണം. അതുപോലെ തന്നെ ബെയർ ആയിരിക്കണം, പെയിൻറ്റിംഗ് ഒന്നും ഇല്ലാതെ പ്യുവറായിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഫ്രീ ഓക്സിഡേഷന് വേണ്ടിയിട്ടാണ്. അപ്പം SSR എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്, ഒരു ചെറിയ കമ്പോണൻറ്റ് ജസ്റ്റ് പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.